സാക്ഷി ടി വി കുറച്ചു നേരത്തെ കടന്നൂർ ഭാഗത്തുള്ള ഒരു വ്യക്തിയുടെ പൈസ നഷ്ടപ്പെട്ട വാർത്ത കൊടുത്തിരുന്നു. ആ പൈസ കിട്ടി, നഷ്ടപ്പെട്ടയാൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മുടെ സമൂഹം അറിയേണ്ടത് ഈ കാലഘട്ടത്തിലും ആൾക്കാരുടെ നന്മ മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ചിലർ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിലുണ്ട്. അവരൊക്കെ തന്നെയാണ് ഈ നാടിന്റെ നാളേക്കുള്ള പ്രതീക്ഷകൾ. അവരിലേക്ക് സാക്ഷി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നമ്മുടെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സന്തോഷ്. ഞാൻ പോലീസ് ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം അവിടെ വെച്ചാണ് എനിക്ക് പൈസ കിട്ടുന്നത്. എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു, മുനീർ എന്ന് പറയും, പഴവിളയിലുള്ള മുനീറും ഞാനും കൂടെയാണ് ഈ പൈസ അവിടുന്ന് പറക്കിയെടുക്കുകയും നമ്മുടെ സുഹൃത്തിനെ ഏൽപ്പിക്കുകയും കടക്കൽ സ്റ്റേഷനിലും ചടയമംഗലം സ്റ്റേഷനിലും നമ്മൾ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മുടെ ഈ സുഹൃത്തിൻ്റെ പൈസയാണെന്ന് അറിയുന്നത്. അത് സ്റ്റേഷനിൽ ചടയമംഗലം സ്റ്റേഷനിൽ വെച്ച് CA മധ്യസ്ഥയിൽ കൈമാറി. ചടയമംഗലത്തെ ഒരു യുവജന നേതാവും സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ടുള്ള സതീഷ് പൂങ്കോട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം ജസീർ പൂന്തോപ്പിൽ എന്നെ ഫോൺ വിളിച്ചു. ഞാൻ രാവിലെ ഈ വാർത്ത സാക്ഷി ടി വിയിൽ കണ്ടിരുന്നു. നമ്മുടെ കടന്നൂർ നേരത്തെ CPM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഗീത ചേച്ചിയുടെ കുറച്ച് പൈസ നഷ്ടപ്പെട്ടെന്നു. അതിനുശേഷം ജസീർ പൂന്തോപ്പിൽ ഉച്ചയ്ക്ക് ശേഷം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ നമ്മളെ ഡ്രൈവർ സന്തോഷണ്ണനാണ് ഈ പൈസ കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് സന്തോഷിൻ്റെ കയ്യിൽ. സന്തോഷണ്ണ ഈ പൈസ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുകയൊന്നും ചെയ്തില്ല. സന്തോഷണ്ണ ഈ പൈസ എടുത്ത് എളമ്പഴന്നുള്ള ജസീറിനെ ഏൽപ്പിച്ചിട്ട് അണ്ണൻ വീണ്ടും വണ്ടി ഓടിച്ച് പോകുമായിരുന്നു. ജസീർ ഈ പൈസ കൊണ്ടുവന്ന് എൻ്റെ കയ്യിലാണ് തന്നിട്ടാണ് സന്തോഷനെ വിളിച്ച് പുള്ളിയും വിളിച്ച് സ്റ്റേഷനിൽ വെച്ച് നമ്മൾ കൈമാറിയത്. അപ്പോൾ ആ പൈസ എടുത്ത് കൊണ്ടുപോയില്ലെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം അത്രയ്ക്ക് നല്ലൊരു മനസ്സിനുടമയായിട്ടാണ് പുള്ളിയുടെ കൂട്ടുകാരൻ നിൽക്കുമ്പോഴാണ് പൈസ കിട്ടിയത്. അപ്പോൾ തന്നെ പുള്ളി അവിടെ തൊട്ടടുത്തുള്ള ഒരു പൊതുപ്രവർത്തനായ ജസീർ പൂന്തോപ്പിനെ വിളിച്ച് പുള്ളിയുടെ കയ്യിൽ പൈസ ഏൽപ്പിച്ചു. ഇപ്പോഴത്തെ കാലത്ത് ആരും ഇങ്ങനൊന്നും ചെയ്യൂല. 500 രൂപ കളഞ്ഞു കിട്ടിയാൽ പോലും അത് തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലുള്ള എല്ലാവരും ഇതുപോലെ മാതൃകയായി മാറട്ടെ എന്ന് പറയുകയാണ്. എൻ്റെ പേര് അരുണെന്നാണ്. എന്നെയാണ് പൈസ നഷ്ടപ്പെട്ടത്. രാവിലെ ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഞാൻ കടക്കിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു പൈസ നഷ്ടമായത്. ഞാൻ അപ്പോൾ തന്നെ ചീറങ്ങല സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കുകയും അതിനുശേഷം പൈസ ഇവിടെ കിട്ടിയെന്നും പറഞ്ഞ് വിളിക്കുകയും അങ്ങനെ അതനുസരിച്ച് ഇവിടെ വരികയും ചെയ്യുകയായിരുന്നു. ആ ചേട്ടൻ എന്നെ വിളിച്ചായിരുന്നു. ചേട്ടൻ പറഞ്ഞു പൈസ എൻ്റെ കയ്യിൽ സേഫാണ്, ചടങ്ങല സ്റ്റേഷനിൽ വന്ന് നമുക്ക് പൈസ കൈമാറാം, പൈസ എത്രയുണ്ട്, അപ്പോൾ പൈസ പോയ പൈസ എത്രയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ വെച്ച് കൈമാറാമെന്നും പറഞ്ഞ് ചേട്ടൻ വിളിക്കുകയും ചെയ്തു. അതനുസരിച്ച് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ പൈസ കൈമാറി. നമുക്കറിയാമല്ലോ, ഈ നാട്ടിലൊക്കെ തന്നെ വളഞ്ഞ വഴിയിലൂടെ സാമ്പത്തികം നേടുന്നതിനുള്ള പരിശ്രമം ചില കോണുകളിലെങ്കിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ സത്യസന്ധമായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അതിൽ ഒരാളിനെയാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത്. ഈ സംഭവത്തെക്കുറിച്ച് പൊതുപ്രവർത്തകനായ കിഴുതോണി അശോകൻ പ്രതികരിക്കുന്നു. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എൻ്റെ പ്രിയപ്പെട്ട അനുജൻ കൂടിയായിട്ടുള്ള സന്തോഷം ഇവിടെ നടത്തിയിരിക്കുന്നത്. കാരണം ഈ കാലത്ത് 1 രൂപ കളഞ്ഞു പോയാൽ ആ കളഞ്ഞു പോകുന്ന ആളിനുണ്ടാകുന്ന വിഷമം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും പലരും നമ്മുടെ സമൂഹത്തിൽ അത് ഒളിപ്പിക്കാനും അല്ലെങ്കിൽ മറ്റ് രീതികളിൽ ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ സന്തോഷ്, അദ്ദേഹം ആട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ആളാണ്. അതോടൊപ്പം തന്നെ മേടയിൽ UPS-ന്റെ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനവും കൂടി ഓടിക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ചെറിയ ജീവിതത്തിൽ നിന്നുള്ള വലിയ പ്രവൃത്തിയെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാകത്തില്ല. ഇതുപോലുള്ള ആളുകൾ ഈ സമൂഹത്തിന് മാതൃകയാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.